ഹായ് എവരിവൺ. അപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് മുമ്പിലാണ്. ഇവിടുത്തെ തർഗോവ സെൻ്റർ എന്ന് പറയും, ഇന്ത്യസ്കി തർഗോവ സെൻ്റർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ്, അപ്പോൾ ഇന്ത്യൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാം. പക്ഷേ വളരെ റേറ്റ്, ഇന്ത്യയിൽ കിട്ടുന്ന ആ റേറ്റ് കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. വളരെ എക്സ്പെൻസീവാണ്. അതിൽ ട്രിപ്പിൾ ഇരട്ടിയാണ് ഇവിടെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ ഷവസ്തപോൾസ്കിയാണ് മെട്രോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ്റെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് ഉള്ളിലേക്ക് പോകാം. इधर सामने देखिए 200 ये 150 का है, 150 150। अच्छा हाँ 150 है। അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് പോയതാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഇന്ത്യൻ മാർക്കറ്റ് കാണാനുള്ള. അപ്പോൾ ഞാൻ അവരും കൂടിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പോയി. പക്ഷേ വില കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഷോക്കായി പോയി. അത്രയും എക്സ്പെൻസീവാണ് അവിടുത്തെ ഓരോ സാധനങ്ങൾക്കും. അപ്പം നാട്ടിൽ നിന്ന് റഷ്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം സാധനങ്ങൾ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ നോക്കുക. അതായത് ഡ്രസ് ഐറ്റംസ്, അതായത് അത് മാക്സിമം കുറക്കുക. മാക്സിമം നിങ്ങൾ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് തന്നെ യൂസ്ഫുൾ ആയിരിക്കും. ഫുഡ്, അതായത് പിന്നെ പൗഡർ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവരിക. കാരണം ഇവിടെ നമ്മളെ നാട്ടിൽ കൊടുക്കുന്നതിൻ്റെ ട്രിപ്പിൾ ഇരട്ടിയാണ് നമ്മളിവിടെ എക്സ്പെൻസ് വരുന്നത്. പിന്നെ ഇതിന് അത്യാവശ്യ സാധനങ്ങൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രം ഇവിടെ പോയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. എല്ലാ സാധനങ്ങളും എ ടു സെറ്റ് സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ പോയപ്പോൾ എനിക്ക് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനെ മെട്രോ സ്റ്റേഷൻ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കവസ്കിയാണ് മെട്രോ വരുന്നത്. അവിടുന്ന് ഷവസ്തപോൾസ്കിയിലേക്ക് നടന്നിട്ട് കുറച്ച്, അതായത് 7 എക്സിറ്റാണ് വരുന്നത്. അതിലേക്ക് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. 2 ബിൽഡിംഗ് ഉണ്ട്. ആ 2 ബിൽഡിങ്ങും ഇന്ത്യക്കാർ തന്നെയാണ്. ഇന്ത്യൻ ഐറ്റംസ് തന്നെയാണ് ഫുള്ളും അവിടെ വിൽക്കുന്നത്. അതായത് ഇന്ത്യൻ എന്താ പറയുക, കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യൻ്റെ ചായ, മറ്റേ പൊടി ഐറ്റംസ് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ചായ, മസാല ചായ, അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ പൊടി ഐറ്റംസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഒന്ന് ഇന്ത്യൻ മാർക്കറ്റ് നിങ്ങളെ കാണിക്കാന്നുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.